ട്രാവൽഗിനിയുടെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കേരളത്തിലല്ല കേട്ടോ, തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് എന്ന് പറയുമ്പോൾ അധികം ദൂരേക്കൊന്നും പോയിട്ടില്ല, കന്യാകുമാരി ജില്ലയിൽ തന്നെയാണുള്ളത്. കന്യാകുമാരി ജില്ലയിൽ നോക്കിയാൽ പിറകിലെ വലിയൊരു കോട്ടമതിൽ കാണുന്നില്ലേ, ഈ കോട്ടയുടെ അകത്തുള്ള കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഉദയഗിരി കോട്ടയാണിത്. ഈ ഉദയഗിരി കോട്ട തമിഴ്നാട്ടിലാണെങ്കിലും നമ്മൾ മലയാളികളുമായിട്ട് വളരെയധികം അടുത്ത് കിടക്കുന്ന, നമ്മളുമായിട്ട് അത്രയും ബന്ധമുള്ളൊരു കോട്ടയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ഉദയഗിരി കോട്ട ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനുള്ളിൽ തമിഴ്നാട് ഗവൺമെൻറ് ഇന്ന് ഒരുക്കി വെച്ചിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ വലിയ കോട്ടയ്ക്കപ്പുറത്ത്, മതിലിനപ്പുറത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കോട്ടവാതിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കരിങ്കല്ലിൻ്റെ മതിലാണെങ്കിലും മരത്തിൻ്റെ കോട്ടയാണ് വാതിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നല്ല ഉയരത്തിൽ പണിതിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. അതേപോലെ നമുക്ക് ഇതിനകത്ത് പലതരത്തിലുള്ള കാഴ്ചകളാണ് കാണാനുള്ളത്. ഉദയഗിരി കോട്ട നമ്മളുടെ പത്മനാഭപുരം കോട്ടയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോട്ടയാണ്. നമ്മളുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ തന്നെയാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഇത് 100 ഏക്കറോളം പരന്ന് കിടക്കുന്ന വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഗവൺമെൻറ് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റാണ് ഇത് നിലവിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം. പത്മനാഭപുരം കൊട്ടാരം നമ്മുടെ കേരളത്തിലല്ലെങ്കിൽ കൂടിയും കേരളത്തിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലമായിട്ട് കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് നമ്മളുടെ തമിഴ്നാട് ഗവൺമെൻറ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ജയിലായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു സ്ഥലമാണിത്. അന്ന് ഡച്ചുകാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന, അതായത് 400ഓളം വർഷം പഴക്കമുള്ള ചരിത്രമാണ് പത്മനാഭപുരം കൊട്ടാരത്തിനുള്ളത്. അന്ന് ഒരു ജയിലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ സ്ഥലം പത്മനാഭപുരം കൊട്ടാരവുമായിട്ട് അനുബന്ധമായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ പിൽക്കാലത്ത് പത്മനാഭപുരം കൊട്ടാരവുമായിട്ട് ഇതിനുള്ള ബന്ധം നഷ്ടപ്പെടുകയും അത് 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളായിട്ട് മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇത് സ്പ്ലിറ്റായി പോവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് പത്മനാഭപുരം കൊട്ടാരത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു തുരങ്ക പാതയൊക്കെ ഉണ്ടായിരുന്നു. ആ പാതയൊക്കെ ഇപ്പോൾ മൺമറഞ്ഞു പോയി. അന്ന് നമ്മളുടെ രാജാവും അല്ലെങ്കിൽ പടയാളികളുമൊക്കെ ജയിലിലേക്ക് വന്നിരുന്നത് ആ തുരങ്ക പാതയിലൂടെയൊക്കെ ആയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ പിൽക്കാലത്ത് 400 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പാതയൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഈ ജയിലിപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു പൂങ്കാവനം പോലെ ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ടൂറിസം പ്രൊമോഷൻ്റെ കാര്യത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് ഒരു അസൽ എഫേർട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെറിയ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചരിത്രത്തിനെ അത് പരമാവധി സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ ഒരു കോട്ടയുടെ ഭാഗമായിട്ടുള്ള ചെറിയ അവശേഷിപ്പുകൾ പോലും ഇപ്പോൾ മതിൽ കെട്ടി വേലി കെട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയുള്ള ഒരു പുരാതനമായ നിർമ്മിതിയാണ്. 400 വർഷം പഴക്കമുള്ളൊരു നിർമ്മിതി എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഇപ്പം അത് എന്താണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ്. എന്നാൽ കൂടി ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ആൾക്കാർ അതിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഒരു വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഏക്കർ സ്ഥലം പരന്ന് കിടക്കുകയാണ്. പക്ഷെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ ഭാഗത്തും ഓരോ ചരിത്ര നിമിഷങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് ജയിലറകളായിരിക്കാം, പണ്ട് ഉള്ള ആൾക്കാരുടെ പടനായകന്മാരുടെ മൃത കുടീരങ്ങളായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളുമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം മാർത്താണ്ഡവർമ്മ എത്രത്തോളം പ്രതാപിയായിരുന്ന ഒരു രാജാവായിരുന്നു എന്ന്. അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ 1700കളിൽ ഉപയോഗിച്ചിരുന്ന യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി പീരങ്കി ഉണ്ടകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സജ്ജീകരിച്ചിരുന്ന ഒരു പഴയ സംവിധാനമാണ്. ഇതിപ്പോൾ ഈ നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരു ചരിത്ര അവശേഷിപ്പായിട്ട് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ആ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കാട് കയറിയ നിലയിലാണ് അത് ഉള്ളത്. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നതായിട്ട് തെളിവുകൾ സഹിതം ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ഉദയപുരം കോട്ട ചുറ്റി നടന്ന് കാണാൻ വേണ്ടി ഇവർ നല്ല രീതിയിലൊരു പേയ്മെൻ്റൊക്കെ പാകി വെച്ചിട്ടുണ്ട്. അതിലേ നടക്കുകയാണ്. വലിയ മരങ്ങൾ, ഒരുപാട് വർഷം പഴക്കമുള്ള പുള്ളിമരങ്ങളും അങ്ങനെ പലതരത്തിലുള്ള മരങ്ങൾ ഇവർ വെച്ച് പിടിപ്പിച്ചതും ഒക്കെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. ഉദയപുരം
കോട്ടയുടെ ഒരു ചരിത്രം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അത് വേണാട് രാജവംശം ആയിരുന്ന കാലഘട്ടത്തിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു കോട്ടയാണെന്നാണ് പറയുന്നത്. അത് പിന്നീട് മാർത്താണ്ഡവർമ്മ കല്ല് വെച്ചിട്ട് കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റിയെന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ തടവറയിൽ ആക്കപ്പെട്ട പുള്ളികളെ, തടവറക്കാരെയൊക്കെ ഇവിടെയാണ് താമസിപ്പിച്ചിരുന്നത്. പക്ഷേ അവരെ കൊന്നുകളയാതെ ഈ കേരളത്തിലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് യുദ്ധമുറകളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കോട്ടമതിലിൻ്റെ മുകളിലാണ്. ഇതിൻ്റെ മുകളിലൂടെ നടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ റോട്ടിൽ നിന്ന് കാണുന്ന കോട്ടമതിൽ ഇതാണ്. നല്ല ഉയരമുണ്ട്. ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അത്രയും ഉയരത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പിൽക്കാലത്ത്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാലത്ത് ഒന്ന് നന്നാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ കരിങ്കല്ലിൻ്റെ ഒരു പേയ്മെൻ്റ് ഒക്കെ പാകിയിട്ട് ഇവിടെ സേഫായിട്ട് നമുക്ക് നടക്കാൻ പാകത്തിന് ഇതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വർഷം പഴക്കമുള്ള കോട്ടയൊക്കെ നല്ല രീതിയിൽ നിലനിൽക്കുള്ളൂ. തമിഴ്നാട് ഗവൺമെൻറ് അത്യാവശ്യം റിച്ച് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. ഇതേപോലെ നല്ല മനോഹരമായിട്ട് ഇതിങ്ങനെ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരു 30 രൂപ ടിക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ കോട്ട ഇപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പാകത്തിന് ഇവിടെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നാശം ആയി പോയിണ്ടാവുമായിരുന്നു ഇപ്പോഴത്തേക്ക്. എല്ലാ കോട്ടയിലും കാണുന്ന പോലെ കൃത്യമായിട്ടുള്ള ഒരു വാച്ച് ടവർ ഈ കോട്ടയിലും ഒരുക്കിയിട്ടുണ്ട്. ഈ വിടവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പീരങ്കിയൊക്കെ കൊണ്ടുവച്ചിട്ട് ശത്രുക്കൾ വരുന്ന സമയത്ത് അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ വാച്ച് ടവറിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. ഈ ഒരു കോട്ട ഇപ്പോൾ ശരിക്കും ഏകദേശം ഒരു കാട് പോലെ ആയിട്ടുണ്ട്. ഇവിടെ പലതരത്തിലുള്ള പ്ലാന്റേഷൻസൊക്കെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തേക്കാണ്. തേക്ക് മരങ്ങൾ കുറേ വെട്ടിയിട്ടതും കാണുന്നുണ്ട്. പുതിയതായിട്ട് തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തരിശായി കിടന്നിരുന്ന ഈ ഒരു കോട്ട ഇപ്പോൾ കൃത്യമായിട്ട് ഒരു ഉപകാരപ്രദമായ കാര്യമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡിലനോയ് എന്ന് പറയുന്ന ഒരു ഡച്ചുകാരനെയാണ് മാർത്താണ്ഡവർമ്മ അന്ന് തടവിലാക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ടോംബ് ഇവിടെ തന്നെയാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിനെ അന്ന് വധശിക്ഷയ്ക്ക് വിധേയമാക്കാതെ അദ്ദേഹത്തിൻ്റെ യുദ്ധമുറകളും ആ ആയോധന രീതികളൊക്കെ നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കുകയാണ് മാർത്താണ്ഡവർമ്മ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ടോംബിലേക്കുള്ള വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പച്ചിപ്പുള്ള കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് എത്തിയത് ഒരു വലിയ ചർച്ച് പോലത്തെ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലാണ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് വലുതായിപ്പോയി. ഞാനൊരു ചെറിയ ടോംബൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വലിയൊരു ചർച്ച് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മളുടെ നാട്ടുകാരുണ്ടാക്കിയാണോ ഇനി ഡച്ചുകാരുണ്ടാക്കിയാണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കണം. ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഞാൻ പ്രതീക്ഷിച്ചില്ല. നടന്നത് സത്യത്തിൽ ഞാൻ നഷ്ടമായിട്ട് കണക്കാക്കുന്നേ ഇല്ല. ഈ ഒരു കാഴ്ച കാണാതെ പോയിരുന്നെങ്കിൽ അത് സങ്കടമായേനെ. ഈ ഒരു ഉദയഗിരി ഗുഹോട്ടൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർ തന്നെ ഈ ഒരു ടോംബ് വരെ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇത് നല്ലോണം ഉള്ളിലാണ്. ഇത് ഒരു ടോംബല്ല, 2-3 ആൾക്കാരുടെ മൃതശരീരങ്ങളാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. ആ ഓരോ മൃതശരീരങ്ങളും അടക്കി വെച്ചിട്ടുള്ളത് ഒരു മേൽക്കൂര, 4 ചുമരുകളൊക്കെ കെട്ടിയിട്ടുള്ള മേൽക്കൂരയാക്കിയിട്ട് അതിനുള്ളിൽ നിലത്ത് ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡച്ചുകാരുടെ ശവസംസ്കാര രീതി. ഒരുപാടുണ്ട്. 1-2 ആൾക്കാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതിൻ്റെ ഭാഷ ഡച്ച് ഭാഷ, തമിഴും കൂടിയൊക്കെ കലർന്ന ഭാഷയാണ്. വായിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഹിയർ ദ റിമെയിൻസ് ഓഫ് ദ ഇൻഫാൻറ്റ് സൺ ഓഫ് R.H. ഹ്യൂഗ്സ്, ഒരു ചെറിയ കുഞ്ഞിൻ്റെ മൃതശരീരമാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ളൊരു കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൽ ഇനിയും മൃതശരീരങ്ങൾ അടക്കം ചെയ്യാനുള്ള ഗ്യാപ്പ് വിട്ടിട്ടാണ് അവരത് പണിതിട്ടുള്ളത്. ഒരു ചർച്ച് പോലെ അവർ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഡച്ചുകാരുടെ ഒരു കൾച്ചർ ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു അസ്ഥികൂടവും 2 എല്ലും കഷ്ണവും വെച്ചിട്ടുള്ള
ഒരു സിമ്പൽ ആദ്യം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ മരിച്ച ആളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മെമ്മറി ഓഫ് അന്നേ ഹൗസ്. പഴയ ഒരു ലിപിയാണ്, അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ കൂട്ടത്തിൽ ഏറ്റവും അലങ്കരിച്ച് പണിതിട്ടുള്ള ഒരു ടോംബ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഒരുപാട് സിമ്പലുകളുണ്ട്. ആൾക്കാർ, മാലാഖമാർ മുകളിൽ പറന്ന് നിൽക്കുന്നുണ്ട്. ഒരു കുരിശ് കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഒരു അസ്ഥികൂടം കാണാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ തമിഴിലും എഴുതിയിട്ടുണ്ട്, പിന്നെ ഡച്ച് ഭാഷയിലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടതുവശത്തും ഒരു എഴുത്തുകൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ 3 ആൾക്കാർ വരെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചെറിയൊരു കെട്ടിടമൊന്നുമല്ല കേട്ടോ. ഇതിന് മേൽക്കൂര ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു ശ്മശാനമായിട്ട് വേണം പരിഗണിക്കാൻ. ഇങ്ങനെയൊരു ശ്മശാനം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിലിപ്പോൾ ഒരു കുറച്ച് ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് അടക്കം ചെയ്തിട്ടുള്ളെങ്കിൽ കൂടിയും അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള സജ്ജീകരണം അതിവിപുലമാണ്. ഒരു ചർച്ച് പോലെയാണ് ഈ ഒരു ടോംബ് കാണപ്പെടുന്നത്. ഇത്രയും ഡച്ചുകാരുടെ മൃതശരീരങ്ങൾ ഇങ്ങനെ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലൂടെ ഇത്ര മനോഹരമായിട്ട് കുടിയിരുത്തിയിട്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോയല്ലോ ഇത്രയും കാലം. ഈ കാഴ്ചകളൊന്നും കാണാതെ പോയി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരുപാട് വൈകി. തിരുവനന്തപുരത്ത് നിന്ന് ഇത്ര അടുത്തുള്ള സ്ഥലമാണ്, ഒരു 50-60 കിലോമീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡച്ച് സെമിത്തേരി കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. ഇത് പക്ഷേ എത്രത്തോളം ആൾക്കാർ അറിയുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. എന്തായാലും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും തമിഴ്നാട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു കെട്ടിടം ഇപ്പോഴും വളരെ ഗംഭീരമായിട്ട് സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് ആൾക്കാർക്ക് വരാൻ വേണ്ടി നല്ല രീതിയിലുള്ള വഴികൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ് കേട്ടോ. എന്തായാലും ഇതേപോലുള്ള കാഴ്ചകൾ ട്രാവൽ ഗുനിയയിൽ വന്നുകൊണ്ടേയിരിക്കും. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ. ബൈ.